നിങ്ങളുടെ ലൈഫിലേക്ക് ടോക്സിക് ആയിട്ടും നാർസിസ്റ്റിക് ആയിട്ടുമുള്ള ആളുകൾ കൂടുതലും വന്നു കയറുന്നത് ഒരിക്കലും നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് മുഴുവനും തെറ്റായത് കൊണ്ട് മാത്രമല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് കൂടുതലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടും ശരിയും തെറ്റും ആർഗ്യൂ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ബൗണ്ടറി സെറ്റിംഗ് രീതി കൂടുതലും മുന്നോട്ട് പോകാറുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്, എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ലൈഫോ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ബൗണ്ടറി. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ഒരു ഹെൽത്തി ബൗണ്ടറി എന്നല്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്കും പറ്റിപ്പോകാറുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയാം. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു സമാധാനം നിലനിർത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അത് റെസ്ട്രിക്ട് ചെയ്യുന്നു, ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നു നോ, അത് ചെയ്യരുത് എന്ന്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ചോദിക്കുന്നു വൈ, എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ. നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നിങ്ങളുടെ പാർട്ട്ണർ അത് ആർഗ്യൂ ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കുള്ളിൽ ഒരു ഗിൽട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഞാൻ ആ ഒരു നോ പറഞ്ഞത് തെറ്റായി പോയോ എന്ന്. ഇവിടെ നിങ്ങൾ നോ പറഞ്ഞത് അല്ല തെറ്റ്, പകരം നിങ്ങൾ ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത ഒരു സംഭാഷണത്തിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒരു ഓവർ എക്സ്പ്ലനേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു അടിപിടിയുടെയോ ആർഗ്യുമെന്റിന്റെയോ ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ബൗണ്ടറീസ് ഒരിക്കലും ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓവർ എക്സ്പ്ലനേഷനോ അല്ല, അതൊരു തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിന്റെ ഒരു ഹെൽത്തി ബൗണ്ടറി ഇങ്ങനെയാണ്. ആ ഒരു സാഹചര്യം അത് എത്ര ടോക്സിക് ആണെങ്കിലും എൻ്റെ ബൗണ്ടറിയിലേക്ക് അത് കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വിഷം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സമാധാനവും എൻ്റെ ജീവിതവും നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇതാണ് ശരിക്കും ഒരു ഹെൽത്തി ബൗണ്ടറി. ഇത് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു എക്സ്പ്ലനേഷനും ചോദ്യോത്തരങ്ങളും ഇല്ല. നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് എക്സ്പ്ലനേഷൻ ഒരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തേക്കൊരു ആർഗ്യുമെന്റ്സിനോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നങ്ങൾക്കോ ഇവിടെ ഒരു ചാൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എക്സ്പ്ലനേഷൻ അല്ല, ഒരു നല്ല ക്ലാരിറ്റിയാണ്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ഹെൽത്തിയാണ്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ വേണം, അത്രയേ ഉള്ളൂ. ഇതൊരു എക്സ്പ്ലനേഷൻ ആവുന്ന സമയത്ത് എങ്ങനെയാണ് മിസ്റ്റേക്കിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു ടോപ്പിക്ക് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരു നോ പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആർഗ്യൂ ചെയ്യാനും നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ആർഗ്യൂ ചെയ്ത് മാറ്റാനും നിങ്ങളുടെ ആ ഒരു തീരുമാനം, ആ ഒരു നോ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസിഷൻ ചോദ്യം ചെയ്യാനും ഒരു സാധ്യത നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി പിന്നെ ഫൈറ്റ് ചെയ്യേണ്ട വരികയും ചെയ്യും. സോ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്കും നിങ്ങളുടെ സമാധാനം മുഴുവനും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്കും പോകും. ഈ ഒരു രീതിയിലാണ് ഹെൽത്തി ബൗണ്ടറീസിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, കുറച്ച് മാത്രം സംസാരിക്കുക, വളരെ കാം ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാനോ ഡിബേറ്റ് ചെയ്യാനോ ഇമോഷണൽ റിയാക്ഷൻസ് കൊടുക്കാനോ നിൽക്കരുത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബൗണ്ടറി
നിലനിൽക്കാതെ പോകാനുമുള്ള മെയിൻ കാരണങ്ങൾ. നിങ്ങൾ ഈ ഒരു സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ട് കാമായിട്ട് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. പറയാനുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു തീർക്കണം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതും മാനേജ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം ആർഗ്യുമെന്റിലേക്ക് വീണ് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഒരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ എപ്പോൾ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്താലും അത് ഒരു ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് ആ ഒരു ആർഗ്യുമെന്റിൽ വരുന്ന ഓരോ വാക്കുകളായിരിക്കും പ്രശ്നങ്ങളും നെഗറ്റീവുമായിട്ട് അവർ എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. സോ ആ ഒരു പ്രോസസ് തടഞ്ഞു നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നിങ്ങളെപ്പോഴും അവരെ സമാധാനിപ്പിച്ചും അവരെ പ്ലീസ് ചെയ്തുകൊണ്ടൊക്കെ ആ ഒരു പാറ്റേൺ പഠിച്ചെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. കൂടുതൽ എമ്പതി ഉള്ളവർ. നിങ്ങളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ആവുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങൾ. സോ നിങ്ങൾക്കത് നല്ല ഇമോഷണലി ഫീൽ ആവാനുള്ള സാധ്യത തുടക്കത്തിൽ വളരെ കൂടുതലാണ്. സോ ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യവും നിങ്ങൾക്കില്ല. ഇത് ഹെൽത്തിയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടതാണ്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉപകാരപ്പെടുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് റിയാലിറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു ഹെൽത്തി ബൗണ്ടറീസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് അവർക്ക് വരുന്ന ഇമോഷൻസും പ്രശ്നങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ കൂടെ ഒരാൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ വെൽബീയിങ്ങും സമാധാനവും മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സോ ആവശ്യമുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രം ഏറ്റെടുത്ത് ശീലിക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എവിടെ എക്സ്പ്ലനേഷൻ നിർത്തുന്നുവോ അവിടെ നിങ്ങളുടെ ജീവിതം ബെറ്റർ ആവും. മറ്റൊരാൾക്ക് നിങ്ങളുടെ മേലുള്ള കൺട്രോളും അവിടെ നിൽക്കും. അതായിരിക്കും നിങ്ങളുടെ സമാധാനത്തിന്റെ തുടക്കം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം ഷോർട്ടായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നോ പറഞ്ഞതിന്റെ പേരിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഗിൽട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. So stay aware, stay grounded, be empathetic. This is TQ Talks.